നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് മുകുന്ദപുരം താലൂക്ക് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ ധർണ നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള തലോരിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പുളിന്തറ ബണ്ട് റോഡിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകട ഭീഷണിയായി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം പതിവായ സാഹചര്യത്തിൽ KK രാമേന്ദ്രൻ MLA ആവശ്യപ്രകാരമാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തത്. വനം വന്യജീവി സംരക്ഷണ മന്ത്രി AK ശശീന്ദ്രൻ, KK രാമേന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മുൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കലാപ്രിയ സുരേഷ്, അശ്വതി വിബി, മറ്റത്തൂർ ബ്ലോക്ക് അംഗം EK സദാശിവൻ, തൃശൂർ മേഖല വൈൽഡ് ലൈഫ് വാർഡൻ അടലരസൻ, ചാലക്കുടി DFO വെങ്കടേശ്വരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജിനീഷ്, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ, വസുപ്രദ കൊച്ചിൻ മലബാർ പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുവാൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. നബാർഡ് ധനസഹായത്തോടെ നടപ്പാക്കുന്നതിനായി 3 കോടി രൂപയുടെ പ്രപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കുന്നതിന് മന്ത്രി വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. RKV പദ്ധതിക്കായി വിപുലമായ DPR ഉടൻ തയ്യാറാക്കി അനുമതിക്കായി സമർപ്പിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാന്റേഷൻ കമ്പനികളുടെ സഹായത്തോടെ ജലസംരക്ഷണത്തിനായി ആവശ്യമായ ഇടങ്ങളിൽ മഴക്കുഴികൾ നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കും. വനമേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിലെയും NREGS തൊഴിലാളികളുടെ സേവനം ഇതിനായി ലഭ്യമാക്കും. ഇതുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് അടിയന്തര അനുമതി ലഭ്യമാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിപുലമായ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട പ്രവൃത്തികൾ തയ്യാറാക്കുന്നതിനായി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് അംഗം, ചാലക്കുടി DFO, വെള്ളിക്കുളങ്ങര പാലപ്പള്ളി റേഞ്ച് ഓഫീസർമാർ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി മാർച്ച് 27 വ്യാഴാഴ്ച കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്ന് ഫൈനൽ പ്രപ്പോസൽ തയ്യാറാക്കും. MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവിൽ AI ക്യാമറ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനമെടുക്കും. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുത്ത പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ഫാദർ ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നടക്കുന്ന ശ്രാദ്ധഊട്ടിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. തിരുശേഷിപ്പ് വണങ്ങുന്നതിനായുള്ള സൗകര്യങ്ങൾ പിതാപാതയിൽ ഒരുക്കിയിരുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർത്തന കുടുംബത്തിന് നിർമ്മിച്ച 2ാമത്തെ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ചടങ്ങിൽ നടന്നു. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പ്രാഥമിക സഹകരണ സംഘങ്ങളെ മുതൽ കാർഷിക സഹകരണ സംഘങ്ങളെ വരെ തകർക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നുവെന്നതാരോപിച്ച് മുകുന്ദപുരം താലൂക്ക് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ ധർണ നടത്തി. മുകുന്ദപുരം താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി സഹകാരികൾ പങ്കെടുത്തു. പ്രതിഷേധ പരിപാടികൾ ITU ബാങ്ക് ചെയർമാനും മുൻ KPCC സെക്രട്ടറിയുമായ MP ജാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള തെറ്റായ രീതികളിലൂടെയാണ് കേരള ബാങ്ക് നിലവിൽ പ്രവർത്തിച്ചു വരുന്നതെന്നും സഹകരണ സംഘങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച കേരള ബാങ്ക് ഇന്ന് സംഘങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും MP ജാക്സൺ ആരോപിച്ചു. സഹകരണ ജനാധിപത്യ വേദി മുകുന്ദപുരം താലൂക്ക് ചെയർമാൻ ആൻഡോ പെരുമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ MK അബ്ദുസലാം മുഖ്യപ്രഭാഷണം നടത്തി. കേരള ബാങ്കിനോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ട നിബന്ധനകൾ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പാലിക്കാതെയാണ് കേരള ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നും കേരള സർക്കാരിൻ്റെ നയങ്ങൾ സഹകാരികൾക്കും സഹകരണ സംഘങ്ങൾക്കും ദോഷകരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കരുവന്നൂർ ബാങ്കിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമായിരുന്നെന്നും ആയത് മറ്റ് സംഘങ്ങൾക്കു കൂടി ദോഷകരമായി മാറിയെന്നും മുഖ്യപ്രഭാഷകൻ ആരോപിച്ചു. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും താലൂക്ക് ജനറൽ കൺവീനറുമായ ജോമോൻ വലിയ വീട്ടിൽ, പുതുക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു, DCC സെക്രട്ടറിമാരായ സതീഷ് വിമലൻ, ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക്ക്, വിജയൻ എളയടത്ത് എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള തലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഭദ്ര മനു, MB സജിൻ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, അളകപ്പനഗർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ AK വിനീത, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൻ്റെ ഒരു രണ്ടാം തലമുറ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായ ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളം ഒരുപാട് കാര്യങ്ങളിൽ ഒട്ടേറെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തുടങ്ങി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലടക്കം ഒരു സമൂഹം എങ്ങനെയാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളെയും ഉൽപാദന മേഖലകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും അടയാളങ്ങളായി കേരളം നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്തവർക്ക്, തൊഴിൽ അന്വേഷകർക്ക് അവരെ സഹായിക്കുന്ന രൂപത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ നടക്കുകയാണ്. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുടെ കേരളത്തിലെ പൊതുവായ സാന്നിധ്യത്തെ സംബന്ധിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. ആരാധനായിട്ടുള്ള ഉദ്ഘാടകൻ വളരെ സരസമായിട്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ വലിയ ഒരു അംശമുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരിക്കലും അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇനി എന്ത് വിദ്യാഭ്യാസം നേടി വരിക എന്നുള്ളതാണ്. അതിനുശേഷം പലരും നമ്മളോടത്ത് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, ജോലിയായില്ലേ. പലതരത്തിലുള്ള മറുപടി ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ അവിടുന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പുളിന്തറ ബണ്ട് റോഡിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകട ഭീഷണിയായി. കിഴക്കേ കോടാലി കടമ്പോട് സ്കൂൾ റോഡിനെയും കോടാലി മോനോടി റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് കോൺക്രീറ്റ് ചെയ്ത പുളിന്തറ ബണ്ട് റോഡ്. മോനൊടി, കടമ്പോട്, മുട്ടത്തുകുളങ്ങര പ്രദേശങ്ങളിലെ ജനങ്ങൾ കിഴക്കേ കോടാലിയിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനാൽ ഭീതിയോടെയാണ് ഇതുവഴി വാഹനയാത്രക്കാർ കടന്നു പോകുന്നത്.
സമീപത്തെ തോട്ടിലേക്കാണ് കരിങ്കൽ കെട്ട് ഇടിഞ്ഞിട്ടുള്ളത്. മറ്റു ചില ഭാഗങ്ങളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതിനാൽ ഇനിയും സംരക്ഷണ ഭിത്തിയുടെ ഭാഗം തോട്ടിലേക്ക് ഇടിയാവുന്ന അവസ്ഥയിലാണ്. മഴക്കാലത്ത് തോട്ടിൽ ശക്തമായ ഒഴുക്കുണ്ടാവുമ്പോൾ റോഡ് ഇനിയും ഇടിയുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. എത്രയും വേഗം സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ഭവന നിർമ്മാണം, ആരോഗ്യ സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 38,73,59,644 രൂപ വരവും 36,97,61,764 രൂപ ചെലവും 1,75,97,880 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് KG രജീഷാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 1,07,44,375 രൂപയും, മൃഗസംരക്ഷണത്തിന് 11,17,000 രൂപയും, മത്സ്യമേഖലയ്ക്ക് 5 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 87,27,000 രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 23,70,000 രൂപയും, വനിതാക്ഷേമത്തിന് 23,40,000 രൂപയും, വയോജനക്ഷേമത്തിന് 48 ലക്ഷവും രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. കുട്ടികൾ, ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നിവർക്ക് 20,10,000 രൂപയും, അങ്കണവാടി പോഷകാഹാരത്തിന് 43,78,382 രൂപയും, മാലിന്യ ശുചിത്വ മേഖലകൾക്ക് 81,54,620 രൂപയും, റോഡ് വികസനത്തിന് 3,52,50,000 രൂപയും, കുടിവെള്ള വിതരണ പദ്ധതികൾക്കായി 30,12,045 രൂപയും നീക്കിവച്ചു. പാലിയേറ്റീവ് കെയർ പദ്ധതികൾക്ക് 10 ലക്ഷം രൂപയും, പാർപ്പിട മേഖലയ്ക്ക് 8,25,55,200 രൂപയും ബജറ്റിൽ വകയിരുത്തി. പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ ജനുവരി 12-നുണ്ടായ അപകടത്തിൽ മരിച്ച 3 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 2 ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക. അലീന, ഐറിൻ, ആൻഡ് ഗ്രേസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സ കഴിഞ്ഞു മടങ്ങിയ നിമയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ സഹായം അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഉല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ ലോറിയിൽ മരത്തടി കയറ്റുന്നതിനിടെ തടി ദേഹത്ത് വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വല്ലച്ചിറ സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ റെജിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ഉല്ലൂർ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KLM തൃശൂർ അതിരൂപതാ തല പതാക ദിനാഘോഷം വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിൽ സംഘടിപ്പിച്ചു. KLM അതിരൂപതാ പ്രസിഡന്റ് മോളി ജോബി പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന സെക്രട്ടറി ബിജു ചെറിയത്ത് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടത്തി. KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമാവ്, ഫൊറോന ഡയറക്ടർ ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി, വൈസ് പ്രസിഡന്റ് റോബസ് പറപ്പുള്ളി, ലിബി വർഗീസ്, മേഖലാ സെക്രട്ടറി SNTU ഫോറം കൺവീനർ ആന്റോ പോൾ, ഫൊറോന പ്രസിഡന്റ് വിൻസെന്റ് മാപ്രാണത്തുകാരൻ, അതിരൂപത കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് ചാമക്കാല, റീന സാബു, ഫൊറോന ഭാരവാഹികൾ, വരാക്കര യൂണിറ്റിലെ പ്രസിഡന്റ് ബാപ്പു, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിൽ 1 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും 1ാം വാർഷികവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം A രാജീവ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, പ്രീത സജീവൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24, 25 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മുളങ്കുന്നത്തുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. ശീവേലിക്കെത്തിച്ച ശ്രീരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത്.
പാപ്പാന്മാർ ചേർന്ന് ഉടൻ ആനയെ അതിവേഗം തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. സർവകാല റെക്കോർഡിട്ട് സ്വർണ്ണവില. പവന് 320 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 66,320 രൂപയിലേക്കെത്തി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ചത് 8,290 രൂപയായി. ചൊവ്വാഴ്ച സ്വർണ്ണവില ആദ്യമായി 66,000 കടന്നിരുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,011 ഉയർന്നിട്ടുണ്ട്. ഡോളറുമായി രൂപയുടെ വിനിമയ നിരക്ക് 86.77 ആണ്. സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 72,000 രൂപയോളം നൽകേണ്ടി വരും. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 111 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. നികുതിയൊന്നും നൽകാതെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എത്ര പണം നിക്ഷേപിക്കാം? നികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലെ ആകെ നിക്ഷേപങ്ങളോ പിൻവലിക്കലുകളോ 10 ലക്ഷം കവിയാൻ പാടില്ല. റിപ്പോർട്ട് കാണാം. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ഇടപാടിലൂടെയോ അല്ലെങ്കിൽ പല ഇടപാടുകളിലൂടെയോ ഒരു ദിവസം 2 ലക്ഷത്തിൽ കൂടുതൽ പണം സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ കഴിയില്ല. ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ സേവിങ്സ് അക്കൗണ്ടുകളിലെയും മൊത്തം നിക്ഷേപം 10 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇത് ബാങ്കുകൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. അതിനി പല അക്കൗണ്ടുകളിലാണെങ്കിൽ പോലും ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു വ്യക്തി 10 ലക്ഷത്തിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ അത് ഉയർന്ന മൂല്യമുള്ള ഇടപാടായാണ് കണക്കാക്കുക. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 114B പ്രകാരം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം ഇടപാടുകളെ കുറിച്ച് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം. മാത്രവുമല്ല, ഒരു ദിവസത്തെ നിക്ഷേപം 50,000 കവിയുന്നുവെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ ഇല്ലെങ്കിൽ പകരം ഫോം 60 അല്ലെങ്കിൽ 61 സമർപ്പിക്കേണ്ടതുണ്ട്. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നടന്നാൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചേക്കാം. ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പലർക്കും അറിയില്ല. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ നിയമന റിക്രൂട്ട്മെന്റ് 2025-26 റാലിക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള അവിവാഹിതരായ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് മുഖേന ഏപ്രിൽ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ. കൊടകര കാവിൽ വട്ടപ്പറമ്പിൽ പരേതനായ വേലായുധൻ ഭാര്യ രുക്മിണി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നാരോപിച്ച് മുകുന്ദപുരം താലൂക്ക് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ ധർണ നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള തലോരിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പുളിന്തറ ബണ്ട് റോഡിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകട ഭീഷണിയായി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.